ഹലോ കൂട്ടുകാരെ, ഫുള്ളി അവേക്കൻഡ് ആയി കഴിഞ്ഞ് ഹൈ വൈബ്രേഷണൽ എനർജിയിൽ നിൽക്കുന്ന ഒരു ഡിവൈൻ ഫെമിനൈൻ ഒരു ഫെമിനൈൻ എനർജിയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് മെയിൽ ബോഡി ആവാം, ഫീമെയിൽ ബോഡി ആവാം, ഓക്കെ, എനർജിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആയി കഴിയുന്നത് കൊണ്ട് തന്നെ മറ്റൊരാളുടെ എനർജീസ് അല്ലെങ്കിൽ ഇമോഷൻസ് ഇവിടെ ഈ ഒരു ഡിവൈൻ ഫെമിനൈന് സെൻസ് ചെയ്യാൻ പറ്റും. അതായത് മേ ബി ഒരു കോൾ വരുന്നതിലൂടെ, ഒരു മെസ്സേജിലൂടെ, അവരുടെ ഒരു നോട്ടത്തിലൂടെ, അവരുടെ ഒരു ശബ്ദത്തിലൂടെ, മറ്റുള്ളവരുടെ ശബ്ദത്തിലൂടെയൊക്കെ അവരുടെ ഇമോഷൻസും അവരുടെ ഇൻറ്റൻഷൻസ് എന്താണെന്നും സെൻസ് ചെയ്യാൻ ഇവിടെ ഡിവൈൻ ഫെമിനൈന് വളരെ ഈസി ആയിരിക്കും. എംപാത്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓറ സ്ട്രോങ് ആകുകയും എനർജി സെൻസിറ്റീവ് ആവുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം നമ്മളുടെ എനർജറ്റിക് ഫീൽഡിനെ ക്ലെൻസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മളുടെ എനർജി സെൻസിറ്റീവ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പബ്ലിക് ഏരിയാസിൽ ആൾക്കൂട്ടം ഉള്ളിടത്ത്, തിരക്കുള്ളിടത്തൊക്കെ പോകുമ്പോൾ എനർജി ഡ്രെയിൻ ആവുന്ന പോലെ നമുക്ക് ഫീൽ ആവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ എനർജി നമ്മൾ പിക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കവിടെ ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺസ് വളരെ പെട്ടെന്ന് നമ്മൾ ഫീൽ ആവുകയും പെട്ടെന്ന് നമ്മുടെ എനർജിക്ക് എന്ത് പറ്റിയെന്ന് നമുക്കൊരു പേടി തോന്നുകയും ചെയ്യും. അതേപോലെയാണ് നമ്മൾ ഇങ്ങനെയുള്ളിടത്തൊക്കെ ആൾക്കാരുമായിട്ട് കൂടുതൽ സംസാരിച്ചാൽ നമ്മളുടെ എനർജി ഡ്രെയിൻ ആവുന്നതായിട്ട് ഫീൽ ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം, എപ്പോഴും ഓറ ലോക്ക് ചെയ്ത് ചെയ്യുന്നതും നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്ലേസുകളിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു എനർജി ലീക്ക് ആവാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആക്സിഡൻറ്റ്സ് എന്തെങ്കിലും, പിന്നെ വന്നിട്ട് ഓവർ ഇമോഷണൽ ആയിട്ടുള്ള മൂവീസ്, ഇങ്ങനെയുള്ള സീൻസൊക്കെ ഉള്ള മൂവീസ് ആയിരിക്കാം, ഏതെങ്കിലും ഡെയിലി സീരിയൽസൊക്കെ കാണുമ്പോഴും നമ്മുടെ എനർജി ഇംബാലൻസ് ആകാറുണ്ട്. അതേപോലെ ന്യൂസ് കാണുമ്പോഴും നമ്മൾക്ക് എനർജിയിൽ അപ്പ് ആൻഡ് ഡൗൺസ്, എനർജി ഡ്രെയിൻ ആവുന്ന പോലൊക്കെയും നമ്മൾക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാക്സിമം ഒരു ബോർഡർ ലൈൻ വെച്ച് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെ എനർജി സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പോഞ്ച് പോലെ ആയിരിക്കും എല്ലായ്പ്പോഴും. നമ്മുടെ ചുറ്റുമുള്ള ഏത് കാര്യത്തെയും, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പെട്ടെന്ന് നമ്മൾ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഈവൻ ഈ ജേർണിയിലുള്ളപ്പോൾ ഒരു ഹൈലി അവേക്കൻഡ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിംസ് കൂടുതലായിട്ട് ആരുമായിട്ടും കമ്മ്യൂണിക്കേഷനിൽ പോലും ഇരിക്കാൻ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അടുത്തതായിട്ട്, ഹൈലി വൈബ്രേഷണൽ അല്ലെങ്കിൽ ഒരു ഹയർ വൈബ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈൻ ഫെമിനൈൻ എല്ലായ്പ്പോഴും ഒരു സോളിറ്റ്യൂഡിനെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഈ സോളിറ്റ്യൂഡിൽ ഇരിക്കുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവരിലുള്ള സ്പിരിച്വൽ ഗിഫ്റ്റ്സിനെ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ പവറിനെ അല്ലെങ്കിൽ ആ ഒരു വിസ്ഡം, ഇന്നർ വിസ്ഡത്തെ അൺലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഈ ജേർണിയിൽ വന്നു കഴിയുമ്പം പലതരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസുകൾ ചെയ്യാറുണ്ട്, സ്പിരിച്വൽ ടൂൾസ് പഠിക്കാറുണ്ട്. എന്നാൽ ഇതൊക്കെയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റിലായിട്ടുള്ള പവേഴ്സിനെ നമ്മൾക്ക് അതാത് സമയത്ത് ടാപ്പിംഗ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യാനായിട്ട് ആ സമയത്ത് ആരുടെയെങ്കിലും ത്രൂ നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളത് പഠിക്കുന്നത്. അതായത് അത് ഓൾറെഡി നമ്മുടെ ഉള്ളിലുള്ള കാര്യം. ഇതിനെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിലും നമ്മൾ ആ ഒരു പവറിലേക്ക് വരണമെങ്കിലും നമ്മൾ സോളിറ്റ്യൂഡിൽ ഇരിക്കുമ്പോഴാണ് നമ്മളത് തിരിച്ചറിയുന്നതും ഇതിനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതും. അതുകൊണ്ട് തന്നെ അവേക്കൻഡ് ആയിട്ടുള്ള ഒരു ഫെമിനൈൻ എനർജി എപ്പോഴും സോളിറ്റ്യൂഡിനെയാണ് ചൂസ് ചെയ്യാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സോളിറ്റ്യൂഡിൽ ഇരിക്കുമ്പോൾ ഒരു തരത്തിൽ ഒരു എനർജൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജീനെ പിന്നെയും ക്ലെൻസ് ചെയ്ത് അതിനെ പിന്നെയും എനർജൈസ് ചെയ്യാനായിട്ടാണ് ഈ സോളിറ്റ്യൂഡ് ഡിവൈൻ ഫെമിനൈൻ എനർജിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു നല്ല ലിസണർ ആയിരിക്കും നന്നായിട്ട് അവേക്കൻഡ് ആയി കഴിഞ്ഞ ഒരു ഫെമിനൈൻ എനർജി. അതുകൊണ്ടാണ് പലപ്പോഴും
നമ്മളോട് പലരും പറയാറുണ്ട്, നിങ്ങൾ സംസാരിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട് എന്നൊക്കെ അല്ലേ. കാരണം നമ്മളൊരു ബോൺ ഹീലറാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിന്നും ഡിവൈൻ എനർജിയിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടാതെ കേൾക്കാൻ ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ഒരു തരത്തിലുള്ള ഒന്നും ജഡ്ജ് ചെയ്യാതെ നമുക്ക് കേട്ട് അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി എല്ലാ ട്വിൻ ഫ്ലെയിംസിലും ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു സൊല്യൂഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നാച്ചുറലായിട്ട് അവർക്കൊരു ഹീലിങ്ങും കൊടുക്കാനുള്ള ഒരു കഴിവും എല്ലാ ട്വിൻ ഫ്ലെയിംസിനും ഉണ്ട്. അടുത്തതായിട്ട് ഇൻഡ്യൂഷൻ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ എനർജി സെൻസ് ചെയ്യുന്നത് പോലെ പല നെഗറ്റീവ് എനർജീസിനെയും സെൻസ് ചെയ്യാറുണ്ട്, അട്രാക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ട്വിൻ ഫ്ലെയിംസിന് കൂടുതലായിട്ട് സൈക്കിക് അറ്റാക്സ് ഉണ്ടാകുന്നത്, ബ്ലാക്ക് മാജിക് റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നത്, അതല്ലെങ്കിൽ എവിൾ ഐ എന്ന് പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കൂടുതലായിട്ടും ട്വിൻ ഫ്ലെയിംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇതല്ലാതെയും നമ്മൾ പലപ്പോഴും മേ ബി മുമ്പിൽ കുറച്ച് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും നമ്മൾ മുന്നേ കാണാറുണ്ട്. പലപ്പോഴും സ്വപ്നങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ കാര്യം മാത്രമല്ല, ഏതെങ്കിലും നമുക്കറിയാവുന്നവരൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾക്ക് പെട്ടെന്ന് സ്വപ്നത്തിലൊക്കെ കാണുകയും ഡൗൺലോഡ്സൊക്കെ കിട്ടുകയും ചെയ്യാറുണ്ട്. അത് നല്ല കാര്യമാണെങ്കിലും നല്ലതല്ലാത്ത ഒരു കാര്യമാണെങ്കിലും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു സ്പിരിച്വൽ ഗിഫ്റ്റാണ്. അത് നടക്കേണ്ട കാര്യം മാത്രമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അറിയാൻ കഴിഞ്ഞു എന്ന് മാത്രമാണ് ഇതിലൊരു പ്രത്യേകത ഉള്ളത്. ട്വിൻ ഫ്ലെയിംസ് സ്വതവേ അല്ലെങ്കിൽ പൊതുവേ മാനിഫെസ്റ്റേഴ്സ് ആണ്. എന്നാൽ ടോട്ടലി അവേക്കൺ ആയി കഴിയുമ്പോൾ അവർ മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സ് ആവും. അതായത് അവർക്ക് വേണ്ടത് എന്തോ അവർ ഇരുന്ന് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു കാര്യത്തിൻ്റെ പുറകെ പോകാതെ അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് അതിനെ ഒരു കാന്തം പോലെ ആകർഷിച്ച് അതിനെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് അത്രയ്ക്കധികം പവറിലേക്ക് ട്വിൻ ഫ്ലെയിംസ് വരാറുണ്ട് ടോട്ടലി അവേക്കൺഡ് ആയി കഴിയുമ്പോൾ. അതുകൊണ്ട് ആണ് ഈ ഒരു കഴിവുള്ളത് കൊണ്ടാണ് എപ്പോഴും ട്വിൻ ഫ്ലെയിംസിനോട് തോട്ട്സിനെ കുറിച്ച് അവെയറായിരിക്കുക എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ പോസിറ്റീവായിട്ട് ആലോചിച്ചാലും അതും ഇമ്പാക്റ്റ് ആവും, നെഗറ്റീവായിട്ട് ഏതെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേണിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഇത്രയും മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴും അതും മാനിഫെസ്റ്റ് ആകും. ഇനി ലാസ്റ്റായിട്ട് ഒരു പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഡിവൈൻ ഫെമിനൈൻ എനർജിയിൽ വരുമ്പോൾ അവരുടെ ലൈഫിൻ്റെ ക്രിയേറ്റേഴ്സ് ആയിട്ടാണ് മാറുന്നത്. അതായത് യൂണിവേഴ്സിൻ്റെ കൂടെ നിന്നിട്ട് അവരുടെ ലൈഫിൽ എന്താണ് വേണ്ടത്, അബൻഡൻസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അവരുടെ ട്വിൻ ഫ്ലെയിമിനെ പോലും ശരിക്കും മാനിഫെസ്റ്റ് ചെയ്തെടുത്ത് അവരുടെ ലൈഫ്, അവരുടെ ഉള്ളിലുള്ള ഒരു ഡ്രീം ലൈഫ്, ആ ഒരു വിഷനിലേക്ക് അവർക്ക് കൊണ്ടുവരാനുള്ള ശരിക്കുമുള്ള ഒരു പവറുണ്ട്. ഓൺലി തിങ് ഇവിടേക്ക് വരണമെങ്കിൽ നമ്മൾ ശരിക്കും ഹീലാവണം. നമ്മൾ ആ ഒരു യൂണിവേഴ്സൽ ഫ്രീക്വൻസിയോട് അലൈൻ ആവണം. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ 12th ഒരു ഫ്രീ മെഡിറ്റേഷൻ ഉണ്ട്, ഹീലിംഗ് സെഷൻ ഉണ്ട്, ആൻസിസ്ട്രൽ ഹീലിങ്ങിൻ്റെ. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പേര് എഴുതിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതല്ലാതെ 22nd തൊട്ട് 4 ദിവസത്തേക്ക് റീപ്രോഗ്രാമിംഗ് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഹീലിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. അത് രാത്രി 8:30 തൊട്ട് 9:00 വരെ ആയിരിക്കും. അപ്പോൾ ഇത് പേയബിൾ ആണ്. ഇത് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ഉള്ളവരുണ്ടെങ്കിൽ അതിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതല്ലാതെ കൗൺസിലിംഗ് സെഷൻസിനായിട്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഏജ് റിഗ്രഷൻ, വോം റിഗ്രഷൻ, ആകാശിക് റെക്കോർഡ് വായിക്കാനായിട്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന് റേക്കി അറ്റ്യൂട്ട്മെൻറ്റിനായിട്ടും ആ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.